ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ക്ഷേത്രങ്ങളിലെ ദൈവീക മണം നമ്മുടെ പൂജാമുറികളിലും വീടുകളിലൊക്കെ ഉണ്ടാവാൻ ഉപയോഗിക്കുന്ന ഒരു പൗഡറിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ടും നിങ്ങൾ കാണുക. കണ്ടിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ദശാംഗം പൗഡർ കേട്ടോ. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്നവരും അറിയാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു വീഡിയോ. അപ്പോൾ ഇത് ഞാൻ കടയിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. നമ്മുടെ നാട്ടിലെ കടയിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. നമ്മുടെ പൂജാ കടകളിലും പച്ചമരുന്ന് കടയിലൊക്കെ ഇത് കിട്ടും. അപ്പോൾ ഇത് 50 ഗ്രാമിന് 45 രൂപയാണ് ആയിട്ടുള്ളത്. ഇത് ഓൺലൈനിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ പലതരത്തിലുള്ള ബ്രാൻഡുകളിലും നമുക്ക് കിട്ടാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒറിജിനലായിട്ടുള്ള ദശാംഗം പൗഡർ ആണെങ്കിൽ നമ്മൾ കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മണിക്കൂറൊക്കെ അതിൻ്റെ മണം നമ്മുടെ വീടുകളിൽ ഇങ്ങനെ തങ്ങി നിൽക്കും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് കത്തിക്കേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഒരു പാക്കറ്റിലാണ് ഈ ഒരു ദശാംഗ പൗഡർ ഉണ്ടാവുക. അതിൻ്റെ കൂടെ ഒരു കോണും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു പൗഡർ ഫില്ല് ചെയ്തിട്ട് വേണം കത്തിക്കാനായിട്ട് കേട്ടോ. അതിലെ ഒരു കവറിലായിട്ടായിരിക്കും കേട്ടോ നമുക്ക് ഈ ഒരു ദശാംഗം പൗഡർ ലഭിക്കുക. ഇത് നമ്മൾ പൊട്ടിച്ചിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഡപ്പയിലേക്ക് മാറ്റുക കേട്ടോ. അത് നമുക്ക് എടുത്ത് ഉപയോഗിക്കാനായിട്ട് എളുപ്പമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മണം ഒന്നും പോവാതിരിക്കാനായിട്ടും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്കങ്ങനെ മാറ്റിയെടുക്കാം. ഞാനൊരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ഡപ്പയിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ഈ ഒരു പൗഡർ വാങ്ങുമ്പോഴും അതിൻ്റെ കൂടെ ഓരോ കോണ് നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ഞങ്ങൾ വാങ്ങിയപ്പോൾ കിട്ടിയിട്ടുള്ള കോണുകളാണിത്. അപ്പോൾ അത് ഞാൻ വല്ല ക്രാഫ്റ്റൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ട് എടുത്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ദശാംഗം എങ്ങനെയാണ് പൗഡർ കോൺ രൂപത്തിലാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഒരു കോണിൻ്റെ മോൾഡ് എടുത്തിട്ട് നമുക്ക് അതിലോട്ട് കുറച്ച് പൗഡർ നിറയ്ക്കാം കേട്ടോ. ഇതുപോലെ നല്ല അമർത്തി നിറയ്ക്കരുത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പോരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാവും. കുറേശ്ശെ അതിലേക്ക് ഇങ്ങനെ തട്ടി അതിലേക്ക് പൗഡർ നിറച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ ഒരു മുകളിലത്തെ ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഇത് വല്ല ചെരാതിൽ വെച്ചിട്ട് വേണമെങ്കിലും നമുക്കിത് കത്തിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വലിയൊരു പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതിലും വെച്ച് കത്തിക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് ഇതിങ്ങനെ സാമ്പ്രാണിയൊക്കെ വയ്ക്കുന്ന ഒരു പാത്രത്തിലാണ് വെക്കുന്നത്. അത് ഇതുപോലെ വെച്ചതിന് ശേഷം മെല്ലെ തട്ടി കൊടുക്കുക കേട്ടോ. നല്ല അമർത്തി തട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഷേപ്പൊക്കെ മാറിപ്പോവും. അപ്പോൾ ഇനി നമുക്കിത് കത്തിക്കാം കേട്ടോ. കത്തിയിട്ട് കുറച്ച് നേരം കത്തിയിട്ട് നമുക്കിതൊന്ന് ആ ഒരു തീയൊന്ന് അണച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പുകഞ്ഞ് വന്നോളും. അപ്പോൾ ഈ ഒരു പൗഡർ കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടാകെ ഒരു ദൈവിക മണമാകും കേട്ടോ. അതുമാത്രമല്ല, മണത്തിന് മാത്രമല്ല, നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് എനർജിയൊക്കെ പോയി അവിടെ നല്ലൊരു പോസിറ്റീവ് എനർജി നമ്മുടെ വീട് മൊത്തം പരക്കാനും ഈ ഒരു ദശാംഗം പൗഡർ നല്ലതാണ് കേട്ടോ. നമ്മൾ സാധാരണ മേടിക്കുന്ന ഈ കമ്പ്യൂട്ടർ സാമ്പ്രാണി കത്തിക്കുന്നതിനേക്കാളും നല്ലതാണ് ഈ ഒരു ദശാംഗം കത്തിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് കെമിക്കൽ കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ അതിനേക്കാൾ നല്ലതാണ് കേട്ടോ ഈ ഒരു ദശാംഗം പൗഡർ കത്തിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ സന്ധ്യാസമയത്ത് ഇത് പുകയ്ക്കുന്നത് നറുമണത്തിന് വേണ്ടി മാത്രമല്ല കേട്ടോ. നമ്മുടെ വീട്ടിലെ ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജികൾ ഉണ്ടല്ലോ, ദുഷ്ടശക്തികൾ പ്രവേശിക്കാതിരിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നറുമണം വീടാകെ പരക്കുന്നത് കൊണ്ട് നമ്മുടെ വീട്ടിലാകെ ഒരു ശാന്തിയും സമാധാനവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല നറുമണമുള്ള ഒരു സ്ഥലത്താണല്ലോ നമ്മുടെ ലക്ഷ്മി ദേവി സ്ഥിരമായിട്ട് താമസിക്കുക എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ ഒരു വീട് മൊത്തം ഇത് ഇങ്ങനെ പരത്തുന്നതോട് കൂടിയിട്ട് നമ്മുടെ വീടാകെ നല്ലൊരു മണമായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് വാങ്ങിയിട്ട് ഉപയോഗിച്ച് നോക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഓളം എന്ന ഓപ്ഷൻ വരുമ്പോൾ അതുകൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.